അങ്ങനെ സാബുവും ശ്വേതയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയി എല്ലായിടത്തും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി. പക്ഷേ എനിക്ക് തോന്നുന്നത് ഡയമണ്ട് ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ്. സാബു ക്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ട്, എവിടെയാണ് സാബു കൊണ്ട് ഡയമണ്ട് വെച്ചതെന്നുള്ള കാര്യമൊക്കെ. നാളെ അവർ പോകുന്നുണ്ട്, അതായത് ആക്ച്വലി ഇന്ന് തന്നെ പോയി കഴിഞ്ഞു. എന്താണ് കാര്യങ്ങൾ, നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്, പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മുടെ പ്രൊമോയുടെ കാര്യം പറയാം. പ്രൊമോയ്ക്കകത്ത് നമ്മുടെ ശ്വേതയ്ക്കും സാബുവിനും നാളെ ബിഗ് ബോസ് ഓരോ ഫ്രെയിം കൊടുക്കുന്നുണ്ട്. അവരുടെ രണ്ടാമത്തെ എൻട്രിയിൽ വീടിനകത്തുള്ള മൊമെൻറ്റ്സ് ആണ് ആ ഫ്രെയിമിലുള്ളത്. അതിനുശേഷം ശ്വേത ഗ്രൂപ്പ് ഹഗ് ആവശ്യപ്പെടുന്നു. അതിന് ഈ സീസൺ മാറ്റിപ്പിടിക്കലാണ്, നിങ്ങൾ മൊത്തം മാറ്റിപ്പിടിക്കണം എന്നെല്ലാം പറയുന്നു. എന്നിട്ട് സാബുവും ശ്വേതയും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. സാബു ഒന്നും മിണ്ടുന്നില്ല. വീടിൻ്റെ വാതിൽ ഗേറ്റ് തുറക്കും, മെയിൻ എൻട്രൻസ് തുറക്കുന്നു. അവിടെ കയറുന്നതിന് സാബു പറയുന്നത് രണ്ട് ക്ലൂ ഞാൻ പറയാം. ഒന്ന്, നനവുള്ള സ്ഥലത്താണ്. രണ്ട്, വെളിച്ചമെത്താത്ത ഇടമാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കല്ല്, നമ്മുടെ ഡയമണ്ടിൻ്റെ കേസായിരിക്കും. എവിടെയാണ് സാബു ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പറയുമായിരിക്കും ഈ പറയുന്നതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സംശയമാണ് ഞാൻ പറയുന്നത്. നനവുള്ള ഭാഗം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ കിച്ചൺ, ഇല്ലെങ്കിൽ ബാത്റൂം. വെളിച്ചമില്ലാത്തിടം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നുകിൽ കിച്ചണിൽ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന വല്ലത്തിനകത്തോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി അതിനകത്ത് സിങ്കിനകത്തൊന്നും വെക്കത്തില്ല. പക്ഷെ എനിക്ക് ഉള്ളൊരു സംശയം, നമ്മുടെ ടോയ്ലറ്റില്ലേ, നമ്മൾ ഫ്ലഷ് അടിക്കുന്ന വാട്ടർ വരുന്നൊരു ടാങ്ക് ഉണ്ടല്ലോ, നമുക്ക് തുറക്കാൻ പറ്റും. അതിനകത്ത് പ്യുവർ വാട്ടറാണ് അതിനകത്ത്. ഇങ്ങനെ നമ്മുടെ സൈഡിൽ ഇങ്ങനെ നമ്മൾ ടോയ്ലറ്റ് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഫ്ലഷ് ഇത് കാണത്തില്ലേ, ഒരു ടാങ്ക് പോലെ, അതിൽ നിന്ന് നമ്മുടെ ക്ലോസറ്റിലേക്ക് വെള്ളം വീഴുന്നത്. അപ്പം അതിനകത്താണെങ്കിൽ നനവുണ്ട്, അത് അടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് വെളിച്ചമില്ല. അതിനകത്താണോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ഗസ് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് സാബു ഇറങ്ങിപ്പോയിരിക്കുകയാണ്. എവിടെയാണെന്നുള്ള കാര്യം നാളെ വീട്ടുകാർ കണ്ടുപിടിക്കുകയോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.